റിലീജിയസ് സെൻസിബിലിറ്റിയെ ബോധപൂർവ്വം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന മതേതരത്വം മറ്റും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിനെ ഹാം ചെയ്യുകയാണ്. ഭൂരിപക്ഷം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറ്റു അജണ്ടയൊന്നുമില്ല. നമ്മൾ മതത്തിൽ ജനിച്ചു, അത് കൊള്ളാവുന്ന മതമാണ്, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. മലയാളി എന്ന് പറയുന്ന സാധനം ഇപ്പം ഇല്ല. അവൻ മുസ്ലിം മലയാളിയാണെങ്കിൽ അവൻ അറേബ്യയിലെ യുദ്ധവും പലസ്തീൻ പ്രശ്നമൊക്കെയാണ് അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ഹിന്ദു ആണെങ്കിൽ, ഹിന്ദു മലയാളിയാണെങ്കിൽ ഉത്തരേന്ത്യൻ രാമക്ഷേത്രമൊക്കെയാണ് അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ക്രിസ്ത്യാനി ആണെങ്കിൽ അവനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം അടുത്ത നൂറ്റാണ്ടോടുകൂടി, അടുത്ത സഹസ്രാബ്ദത്തോടുകൂടി ലോകത്ത് ഒരേ ഒരു മതമാക്കി മാറ്റുക എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അതിനു മുന്നുള്ള കുറേയേറെ മാസങ്ങളും നമ്മൾ കണ്ടത് കേരളം വർഗീയമായി കൂടുതൽ ചേരി തിരിയുന്നതിൻ്റെ ലക്ഷണമാണോ കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷവും അത് അവസാനിക്കുന്നില്ല. മന്തി വിഷയം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അടിവരയിടുന്ന സംഭവമായി മാറുകയാണോ? പരിശോധിക്കാം നമുക്ക് കേരളം എങ്ങോട്ടാണ് പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളം ഇപ്പോൾ കൂടുതൽ പൊളിറ്റിസൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ വർഗീയമായ ഒരു ചേരിതിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ സോ കോൾഡ് സെക്യുലർ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്നൊരു ചോദ്യം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ തന്നെ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നൊരു നാട്ടിൽ ഇവരുടെ പേരിൽ വോട്ട് പിടിക്കുവാനും വോട്ടിന് വേണ്ടി ഇവരെ വേർതിരിക്കുവാനും ശ്രമിക്കുന്ന ഒരു പ്രചാരണമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയം തോന്നുന്നു. ഏറ്റവും ഒടുവിൽ മന്തി വിഷയം. ശ്രീകൃഷ്ണൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഒരു മന്തി പരസ്യം വരികയാണ് ഒരു ഹോട്ടലിൻ്റെ. വിഷു ആശംസകൾ നേർന്നുകൊണ്ട്. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഇല്ല, ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇപ്പം പൊളിറ്റിസൈസ്ഡ് അല്ല, കമ്മ്യൂണലൈസ്ഡ് ആണ്. പൊളിറ്റിസൈസ്ഡ് ആയ കേരളം മരിച്ചു, അതിപ്പോൾ ഇല്ല. അത് വിത്ത് VS ഇറ്റ്സ് ഓവർ. ഇപ്പോൾ എന്ന് വെച്ചാൽ കമ്മ്യൂണൽ ആയിട്ടുള്ള കേരളവും ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കേരളമാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് പൊളിറ്റിസൈസ്ഡ്. VSനോട് കൂടി അത് തോന്നും. ഓക്കെ, VSന്റെ രാഷ്ട്രീയ മരണം ഇത് 10 വർഷം മുമ്പ് സംഭവിച്ചാണ്. VSന്റെ രാഷ്ട്രീയ മരണത്തോട് കേരളത്തിലെ ഈ പറയുന്ന പൊളിറ്റിക്സ് ഇല്ലാതെ. പിന്നുള്ളത് വെച്ചാൽ ഈ പോസ്റ്റ് മോഡേൺ അവനെ ജാതി ഒന്നുകൊണ്ട് സത്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പിന്തിരിപ്പും പൊളിറ്റിക്സാണ് ഇപ്പോൾ ഉള്ളത്. മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികൾ പുറത്ത് ക്യാപിറ്റലിസ്റ്റും ഉള്ളിൽ കമ്മ്യൂണലുമാണ്. അത്രയേ ഉള്ളൂ. തന്നെ SDPI വോട്ട് വേണ്ടെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമില്ല. പിന്നെ നിങ്ങളങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റുക. മാത്രമല്ല, അത് അവരെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ വരികയാണെങ്കിൽ, ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, എനിക്ക് മനസ്സിലായപ്പോൾ പറയും. ഞാൻ SDPI ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോംപ്രമൈസ് ഇല്ല. അത് കോംപ്രമൈസ് ചെയ്തിരുന്ന് ഞാൻ ഇന്ന് വേറെ പൊസിഷനിലിരിക്കുകയായിരുന്നു. എനിക്കറിയാം. അന്ന് ഞാൻ അവരോട് നോ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായി. പ്രത്യാഘാതം ഉണ്ടായപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ ജീവിതം പിന്നെ വെറുതെ ഒന്നും അല്ലാതായി പോകും. കാരണം അവരാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ വളർന്നു തന്നെ. നിങ്ങൾ SDPI ജമാഅത്തെ ഇസ്ലാമി പിണക്കാൻ പറ്റില്ല, അവരോട് നോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണത്? കാരണം നമുക്ക് നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുസ്ലിം പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 97-99% വളരെ മാന്യമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ ചുരുങ്ങിയ ശതമാനം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ബാക്കിയുള്ളവരെ? ഹൈഡ്രജൻ്റെ ഭൂരിഭാഗം സംയുക്തങ്ങളും നമുക്ക് അത്യന്താപേക്ഷിത ഒരു പ്രശ്നമില്ലാതാണ്. പക്ഷേ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്, കരിഞ്ഞു പോകും. അതാണ് പ്രശ്നം. ഭൂരിഭാഷം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറ്റു അജണ്ടയൊന്നുമില്ല. നമ്മൾ മതത്തിൽ ജനിച്ചു, അത് കൊള്ളാവുന്ന മതമാണ്, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അതല്ലാതെ ഒന്നെങ്കിൽ ഈ മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചിട്ട് ലോകത്ത് മൊത്തം ഈ മതം കൊണ്ടുവരണം, ബാക്കിയുള്ളവരൊന്നൊക്കെ തന്നെ ഇൻഫീരിയറാണ്, ഇൻഫിഡൽസാണ്, കാഫിറാണ് എന്ന് കരുതിയിട്ട് ഈ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഈ മതം പറയാത്ത രീതിയിൽ അക്രമത്തിൻ്റെയും ക്രൂരതയുടെ വഴികളിലൂടെ പോകുന്ന ആളുകൾ, അല്ല പൈസ കൊടുത്തിട്ട് മതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം. രണ്ടാമത്തത്, സ്വന്തം സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി പുറത്തുള്ള ഏജന്റുമാരായി നിന്ന് കാശ് മേടിച്ചിട്ട് ഇവിടെ മതം ഉണ്ടാക്കാനും മതരാഷ്ട്രീയവും വർഗീയത ഉണ്ടാക്കാനും ഈ മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം പിടിച്ചെടുക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇവർ ചെറിയ വിഭാഗമായിരിക്കും, അത് മതി. അപ്പം നമ്മളെ സമൂഹത്തിൽ ഇത്രയും ആളുകളുണ്ട്, പക്ഷെ ബുദ്ധിജീവികൾ എത്ര പേരുണ്ട്? ആ ബുദ്ധിജീവികളാണ് ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അതെ, മനസ്സിലായില്ലേ?
അതേപോലെ തന്നെ വിഷങ്ങളും അത്ര തന്നെ മതി, കുറച്ച് മതി. മറ്റുള്ളവർക്ക് അവരുടെ നിത്യനിദാന പ്രശ്നങ്ങളെ ഓട്ടമായിരിക്കും, പക്ഷേ പൊതുവായിട്ടുള്ള അഭിപ്രായം രൂപീകരിക്കാൻ ടെൻഡൻസി ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഈ ചിന്ത ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ മതവിശ്വാസിയാണ്, പക്ഷേ ഞാൻ മതത്തായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഗൗനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട് ഗൗനിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലെഫ്റ്റ് ലിബറൽ സോഷ്യലിസ്റ്റ്, നമ്മൾ കോൺഗ്രസ് കുടുംബത്തിലാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നത്. ലെഫ്റ്റ് ലിബറൽ സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത്, കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും സെക്കുലർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ മതത്തിനല്ല പ്രശ്നം, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിക്കും നിങ്ങളുടെ നോളജിനും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനുമാണ്. പക്ഷെ നമ്മൾ വളർന്നു വന്ന കാലഘട്ടം എന്ന് വെച്ചാൽ VSന്റെ മരണം സംഭവിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഇടതുപക്ഷ പാർട്ടികൾ പോലും സഭയുടെ ഏതെങ്കിലും പിതാവിൻ്റെ ബന്ധു അല്ലെ പിതാവിന് സ്വാധീനമുള്ള ആൾ, മുസ്ലിംസ് ആണെങ്കിൽ AP ഉസ്താദിനോ EKക്കോ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ മുജാഹിദിൻ ജമാഅത്ത് ഇസ്ലാമിക്കോ മുജാഹിദിനോ താല്പര്യമുള്ള ആളുകൾ, അവർക്ക് അനഭിമതരായ, അതായത് അവരോട് നോ പറഞ്ഞ ആളുകൾ അവർ കയറ്റിവിടില്ല. കാരണം അവർക്കത് ഭീഷണിയാവും. കാരണം അവരിവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവർക്ക് വില കിട്ടുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം അവർക്ക് വില കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവരെ പേടിക്കുന്ന ആളുകൾ അധികാര സ്ഥാനത്ത് വേണം. പേടിക്കാത്ത ഒരുത്തം വന്നാൽ മതി. ഇപ്പം ആര്യാടൻ മുഹമ്മദിനെ പോലെ ഒരുത്തം വന്നാൽ മതി, അവർക്ക് ഭയങ്കര ഡാമേജിങ് ആണ്. അതവർ സമ്മതിക്കില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഈ മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് പാർട്ടി ഇപ്പം നമ്മളെപ്പോലെ ആളുകളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർ നിസ്സഹായരായി പോകുന്നത് ഇവർക്ക് വോട്ടുണ്ട്. ഓരോ ഇലക്ഷൻ നിർണായകമാണ്. പല സ്ഥലത്ത് ഇവർക്ക് 2000-3000 വോട്ട് ഉണ്ടാവും. ഈ 2000-3000 വോട്ട് കിട്ടിയില്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കും? ഭരണം കിട്ടില്ല. അപ്പോൾ അവരുടെ നിലയിൽ ഇപ്പോൾ നമ്മളെപ്പോലെ ഒരാൾക്ക് വേണ്ടി അവർ മറ്റുള്ളവർ ബലി കൊടുക്കും? ഇല്ല. നിങ്ങൾ സെക്കുലർ എന്ന് പറയുന്ന പല രാഷ്ട്രീയക്കാരും, നിങ്ങൾ വലിയ സംഭവം ഇപ്പം കൊണ്ടുനടന്ന പഴയ തലമുറയല്ല കൊണ്ടുനടക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഇവരോട് നോ പറയാത്ത ആളുകളാണ്. അതെ, അതാണ് കാര്യം. അവിടെ പോയി കിടന്നിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലുണ്ട്, നോ പറയാത്തെങ്കിലും ആളുകളാണ്. അപ്പം ഞാൻ ഇവരോട് നോ പറഞ്ഞതിൽ എനിക്കൊരു വിഷമമില്ല. കാരണം അങ്ങനെ അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ അങ്ങനെയൊക്കെ എത്തും, വേറെ ഏതെങ്കിലും പൊസിഷനിലൊക്കെ എത്തും. പക്ഷേ ബൈബിളൊരു വചനമാണ്, നിങ്ങൾ ആത്മാവ് ചെറുത്താനും കൊടുത്തിട്ട് വെറുതെ ചില സെലിബ്രിറ്റികളെ പോലെ അവർ ജീവിതത്തിൽ ഭയങ്കര പീഡനമൊക്കെ സഹിച്ചുകൊണ്ടാണ് സെലിബ്രിറ്റികളായത്. അവരുടെ ജീവിതം മൊത്തം ആ ട്രോമ വേട്ടയാടുന്നുണ്ട്. പക്ഷെ അവർ സെലിബ്രിറ്റിയാണ്, നമുക്കിതൊന്നും അറിയില്ല, ലൈം ലൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ കണ്ണുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവർ ഹാപ്പി ആയിരിക്കില്ല. ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി. അതിന് കാരണം അവരുടെ ട്രോമ. അവർ ആ സമയത്ത് ആ ട്രോമ ഇല്ലാതെ അവർ വന്നിരുന്നെങ്കിൽ അവർ ഭയങ്കര ആ സന്തോഷം അവരുടെ മുഖത്തുണ്ടാവുകയായിരുന്നു. നിങ്ങൾ മിസ് വേൾഡും മിസ് യൂണിവേഴ്സ് ആളുകളെ പോലും നിങ്ങൾ നോക്കിയോ, കണ്ണിലെത്ര സന്തോഷമുണ്ടോ? അതാണ് അതിൻ്റെ പ്രശ്നം. യെസ്. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ തിരിച്ചുവരവിലേക്ക് എത്ര ദൂരം? തിരിച്ചുവരവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ല. ഇതൊരു തരത്തിലുള്ള ഡീറ്റോറിറ്ററലൈസേഷൻ എന്ന് ഒരു ടേമുണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഷർട്ട് ഉണ്ടാക്കും, പക്ഷെ ഒരു ഡ്രസ്സ് ഉണ്ടാക്കും. അതിനുള്ള പൊതുവെയുള്ള തുണി നിങ്ങൾ ഈജിപ്തിൽ നിന്ന് എടുക്കുന്നു, അതിൻ്റെ പോക്കറ്റിലുള്ള തുണി നിങ്ങൾ അമേരിക്കയിൽ നിന്ന് എടുക്കുന്നു, ആ തുന്നാൻ ആവശ്യമായിട്ടുള്ള നൂല് നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് എടുക്കുന്നു, മെഷീൻ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എടുക്കുന്നു, നിങ്ങളത് പിന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നു. അതായത് നിങ്ങളുടെ ഈ ഷർട്ട് എന്ന് പറയുന്ന സാധനം അതിൽ ഒരുപാട് രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കോൺട്രിബ്യൂഷൻ ഉള്ള സാധനമാണ്. ഇന്ന് മലയാളി അങ്ങനെയാണ്. മലയാളിയുടെ ഭക്ഷണശീലം, മലയാളിയുടെ വസ്ത്രം, ചിന്താശൈലി ഇതെല്ലാം ലോകത്തെ വിവിധ സിവിലൈസേഷൻ്റെ സ്വാധീനം കൊണ്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈലി. അതിൽ ഉത്തരേന്ത്യക്കാരെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഹിന്ദു മതത്തോടും ഒക്കെ ഒരു വല്ലാത്ത കമ്മിറ്റ്. ഒരു മതാമനെ കല്യാണം കഴിക്കുക അവരെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. ഇവിടെ അതല്ല, ഇവിടെ ആഘോഷിക്കും. ഇവിടെ ശിവേരി പോയിട്ട് ആഘോഷിക്കും. മതാമൻ ഇന്ത്യക്കാരൻ കല്യാണം കഴിച്ച് തീയൻ കല്യാണം കഴിച്ചെന്നുകൊണ്ട് ആഘോഷിക്കും. ഉത്തരേന്ത്യക്കാർക്ക് അതില്ല, അവർ വളരെ നെഗറ്റീവാണത് കല്യാണം കഴിക്കുന്നത്. ശിവഗിരിയാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള കല്യാണങ്ങളെ നടത്തി കൊടുക്കുന്നത്. ഈ മറ്റേ സെലിബ്രിറ്റി പങ്കുവച്ചില്ല, അവളെ കല്യാണം നടത്തിയ ഒരു സാധനം ശിവഗിരിയാണ്. ഗുരു ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. വേറൊന്ന് അവിടെയുണ്ട്, ചേർത്തല ഒന്നുണ്ട്, പിന്നെ എന്നാൽ ആ കൊച്ചിൻ്റെ കല്യാണം നടന്ന വേറെ സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം ഗുരു ഇങ്ങനെ നല്ല കാര്യം വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു കൾച്ചറലായിട്ടുള്ള ഒരു ഒരു തരത്തിലുള്ള കടന്നുകയറ്റത്തെ സപ്പോർട്ടീവാണ്. അതായത് നമ്മൾ ചൂന്ന് നോക്കുന്ന സമയത്ത് ഗുരു എന്നപ്പോൾ അന്ന് ആലോചിച്ചില്ല, ഗുരു അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതാണ്. അപ്പം ഡീറ്റോറിറ്ററലൈസനാണ്. മലയാളി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ല. അവൻ മുസ്ലിം മലയാളിയാണെങ്കിൽ അവൻ അറേബ്യയിലെ യുദ്ധവും പലസ്തീൻ പ്രശ്നമൊക്കെയാണ് അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ഹിന്ദു ആണെങ്കിൽ, ഹിന്ദു മലയാളിയാണെങ്കിൽ ഉത്തരേന്ത്യൻ രാമക്ഷേത്രമൊക്കെയാണ് അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. ക്രിസ്ത്യാനി ആണെങ്കിൽ അവനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം അടുത്ത നൂറ്റാണ്ടോടുകൂടി, അടുത്ത സഹസ്രാബ്ദത്തോടുകൂടി ലോകത്ത് ഒരേ ഒരു മതമാക്കി മാറ്റുക എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. എല്ലാവരും അല്ലേ ഞാൻ പറയുന്നു. ഈ രീതിയിലായി മലയാളി മാറി. ഇനി അത് കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ. അതല്ല രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങളെ തടയണമെന്ന് വിചാരിക്കണം. EMS ഒക്കെ ചെയ്തവർ, അല്ലെങ്കിൽ വയലാർ രവിയൊക്കെ ചെയ്തവർ, അതിന് ശേഷി അവർക്കില്ല.
ഇപ്പം കല്യാണം കഴിക്കുമ്പോൾ പോലും പണ്ട് വയലാറ് ഈ അവരല്ലേ അല്ലേ മേസിനല്ലേ അല്ലേ ഇപ്പം അങ്ങനെ രാഷ്ട്രീയക്കാർ കല്യാണം കഴിക്കുന്ന സാധ്യത വളരെ കുറവാണ്. രസഭായി പയ്യന്മാർ ഇപ്പോഴും വിവരമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നുണ്ടെന്നല്ലാതെ അത് അതല്ലാതെ മാത്രമല്ല ഈ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുന്ന പയ്യന്മാരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ നല്ലൊരു പങ്കും ഇവർ ഈ ന്യൂനപക്ഷങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷത്തിലേക്ക് ഈ കുട്ടികളെ ന്യൂനപക്ഷത്തിലാണ് വളർത്തുക. അവർ മാമോദീസ മുക്കും, അവരെ ചിലപ്പം മാക്ക കല്യാണം നടത്തും. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് തന്നെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റിന് പോലും ഇപ്പോൾ അതൊന്നും ധൈര്യമില്ല. ഞാപ്പാണ് എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ അല്ലാതെ നമ്മൾ റിയാസിൻ്റെ ഇപ്പോഴത്തെ വീണ അത്രയും അപൂർവം ചില റിലേഷൻഷിപ്പ് മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പോൾ പൊതുവേ എനിക്ക് പാർട്ടികൾ തന്നെ പറയുന്നത് സ്വന്തം സമുദായത്തെ കല്യാണം കഴിച്ചാൽ മതി, വലിയ വിപ്ലവം നടത്തണം. കാരണം പിന്നെ മറ്റുള്ളവർ വോട്ട് പോകും. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ഈഴവ അല്ല നായർ സഖാവ് മുസ്ലിം സഖാത്തിനെ കല്യാണം കഴിച്ചാൽ അതോടുകൂടി ആ ഏരിയയിൽ മുസ്ലിം വോട്ട് പോയി, അല്ലെ നമ്മുടെ കൂടെ ചേർന്നു. ഇത് ക്രിസ്ത്യാനികൾക്ക് ഇടയിലുണ്ട്. അതെ. അപ്പോൾ ആ രീതി മലയാളി ആ രീതി ഹൈലി കമ്മ്യൂണലാണ്. പിന്നെ ഈ കുഴിമന്തിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒന്ന് വിവരക്കേട് എന്ന് പറയും. വിവരക്കേട് ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. പല സ്ഥലത്തു നിന്ന് വരുമ്പോൾ അത് വിവരക്കേടല്ല, അതിൻ്റെ പിന്നിൽ ആസൂത്രണമുണ്ട്. 2, നിങ്ങൾക്ക് സെൻസ് ഇല്ല. നിങ്ങൾക്ക് മാത്രമേ ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ മതവികാരം ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ പ്രവാചകന്റെ ഒരു ചിത്രം അമ്പലം പോയ പാൽപ്പായസം കുടിക്കുന്ന ചിത്രം വരച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും ഇവിടെ? പണ്ട് പ്രവാചകനെ പറ്റി ഒരു മുസ്ലിം ആയിട്ടുള്ള മറ്റേ കക്ഷി ഉണ്ടല്ലോ, സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് എഴുതിയൊരു സാധനമാണ് ജോസഫ് മാഷ്. ജോസഫ് മാഷ് വിടാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേരിൽ മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ് എന്ന പ്രവാചകനാണ്, ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പേരാണ്. അന്ന് അത് മാഷ് ഇട്ടതിൻ്റെ ഫലം മാഷ കൈ വെട്ടിക്കളഞ്ഞു. മാഷ കുടുംബം നടന്നു, ഭാര്യ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ജോലിയില്ലാത്ത സമ്മതമൊക്കെ കൊണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്താണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഈ ഒരു സെൻസിബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, പ്രവാചകന്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നാ ഒരാൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി പിന്നെ അമ്പലപ്പുഴ പാൽപ്പാസം കഴിക്കുന്ന സാധനം വെച്ച് നോക്കട്ടെ, കത്തില്ല. ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ടാതിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ മതവികാരം എന്നുള്ളതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും നിങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രം ആചരിക്കാനുള്ളതല്ല. ഇവിടെ മറ്റുള്ളവർക്കും അത് നിങ്ങൾ ഈ ഹിന്ദു അതൊക്കെ ആചരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സൊസൈറ്റി ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. പക്ഷെ അത് ഹിന്ദുവിനെ നെഞ്ഞത്ത് കയറിയാൽ എന്ത് ചെയ്യും? അതാണ് കാര്യം. അല്ല, ഇത് വിവരക്കേടെന്ന് പറഞ്ഞു, അതോ ഇത് അല്ല ഞാൻ പറഞ്ഞു വിവരക്കേടെന്ന് ഒരാളൊക്കെ വരച്ചേക്കുന്ന നമുക്ക് മനസ്സിലാകാം. ഓക്കെ, പക്ഷേ ഇത് വ്യാപകമാകുമ്പോഴാണ് അതിന്റെ 3-4 സ്ഥലത്ത് ഒരേപോലെ വന്നു. ഇനി ഒരുത്തം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ അപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരന്നപ്പം തന്നെ മുൻകൈ എടുത്താൽ മാറ്റും, ഇല്ല പള്ളി കമ്മിറ്റിക്കാർ മാറ്റും. അപ്പൊ ഇതിനെ ഒരു സിസ്റ്റവും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ കഴിക്കുന്ന വെണ്ണയാണ്, വേറെ ഒന്ന് കഴിക്കുന്നതിന് ശ്രീകൃഷ്ണൻ നമ്മൾ കണ്ടിട്ടില്ല. എന്തിനതിലേക്ക് കളിക്കുന്നു? ശ്രീകൃഷ്ണൻ കുഴിമന്തി കഴിക്കുന്ന വെച്ചാൽ ആളുകൾ കൂടുതൽ കുഴിമന്തി കഴിക്കും. അപ്പം നിങ്ങൾ റിലീജിയസ് സെൻസിബിലിറ്റിയെ ബോധപൂർവ്വം എന്ത് ചെയ്യാണ്? ഈ പറയുന്ന മതേതരത്വം മറ്റും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ അതിനെ ഹാം ചെയ്യുകയാണ്. ആ ഹാം ചെയ്യുന്ന സമയത്ത് അതേസമയം തന്നെ ഇപ്പോൾ ഒരു സമയം മൈനോറിറ്റിക്കെതിരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വലിയ പ്രശ്നമാവും. ഇതിപ്പോഴത്തുള്ള ലിയോനെ പോലുള്ള ഹിന്ദുക്കൾ കാണുന്നില്ലേ? ലിയോ കമ്മ്യൂണിസ്റ്റാണല്ലോ വീട്ടുകാർ. ലിയോ എന്ത് ചിന്തിക്കും? ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇത് മനസ്സിലാക്കാൻ വിവരം നിങ്ങൾക്കില്ലേ? വിവരം ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഈ ഡിവൈഡ് ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, പോയി പണി നോക്കാൻ പറ. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആദ്യം നീ അത് പാലിക്കുക. എന്നിട്ട് വേണ്ട മറ്റുള്ളവൻ്റെ എന്നിട്ട് കരയും, എന്നിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് കരയും. നിങ്ങളിത് ഉണ്ടാക്കി വെച്ചിട്ട് മറ്റേ പോയി കുത്തിയിട്ട് മറ്റേ തല്ലും ഇസ്ലാമോഫോബിയ എന്ന കാര്യം എന്ത് കാര്യമുള്ളത്? പിന്നെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരായതുകൊണ്ടും കുമ്മന രാജശേഖരൻ ആയതുകൊണ്ടും പിന്നെ CPM ഉള്ളതുകൊണ്ടും തന്നെ RSS ഇത് വലിയ പ്രശ്നമാക്കിയില്ല. ഇത് ഉത്തരേന്ത്യയിലാണ് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള RSS BJP ഏതാക്കാനും പൊതുവെ സെക്കുലറാണ്. നമ്മൾ പറഞ്ഞ ഗോപാലകൃഷ്ണൻ വരെ അങ്ങനെയാണ് എൻ്റെ പഠിത്തം ഏറ്റവും വലിയ വില്ലനായത്. പക്ഷെ അങ്ങനെ വളരെ സെക്കുലർ ആളുകളാണ്, ഉത്തരവാദിത്വം തോന്നുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇതിവിടെ കത്താതിരുന്നത്. പിന്നെ CPM എന്നുള്ള സാധനം നടുവിലുള്ളൂ. ഈഴവന്മാർ നല്ലൊരു പങ്ക് അതിലായതുകൊണ്ട് ഈ തല്ലണമെങ്കിൽ തല്ല് കൊള്ളണം, ഈഴവൻ വേണമല്ലോ. ഇത് രണ്ടെണ്ണം അതിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തല്ല് കൊള്ളൂന്ന് അറിയാം, തല്ല് കൊടുക്കാനും അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കണം വിചാരിച്ചാലും ഒരു ആളുകൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈഴവൻ തിരിച്ച് CPM എന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ അറിയാം എല്ലാവരും സ്ഥിതി. അതുപോലെ നായന്മാർ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. നായന്മാരുടെ പിന്നെ നല്ലൊരു പങ്കും കോൺഗ്രസ് ആണ്, BJPയിലേക്ക് പോയിട്ടില്ല. ഈ 2 വിഭാഗങ്ങൾ ഇവിടെ സെക്കുലറായി കോൺഗ്രസും CPM നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്. അത് ഈഴവർ ഞാൻ പ്രത്യേകമായി തല്ലാൻ മടിയില്ലാത്ത ടീം ഈഴവർ. ഇപ്പം ഞാൻ പറയാറില്ലേ, ഏറ്റവും കൂടുതൽ കേസുകൾ നിങ്ങൾ എടുത്ത് വയ്ക്കുന്നത് പോലീസ് കേസുകൾ എടുത്ത് ഈ തല്ല് കേസ് വരുന്നത് ഈഴവരായിരിക്കും. കാരണം അവരെ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷൻ ഉണ്ട് അവർക്ക്, ഈ ചേകോന്മാരുടെയൊക്കെ. അത് വേറെ എൻ്റെ കണക്കുണ്ട്. ഞാനത് പിന്നെ നമ്മൾ നല്ലത് പറഞ്ഞ ചില ആളുകൾ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യുന്നുള്ളതാണ് പറയാത്തത്.
അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. BJP എന്തുകൊണ്ടാണ് ഈഴവന്മാർ പിടിക്കാൻ നടക്കുന്നത്? എണ്ണം കൂടുതൽ മാത്രമായതുകൊണ്ടല്ലേ. നിങ്ങൾ ആരാളുകളെ നിരത്ത് നിർത്തിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിലോ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിലോ അതിന് അത്ര വിഭാഗം വേണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് ശുദ്ധ തോന്നിയാസാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ മിണ്ടാതിരിക്കുന്നത് തെറ്റാണ്. അതാണ് ഒരു മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസും ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിച്ച് അവസാനം നിങ്ങളില്ലാതാവും. കാരണം ഈ പറഞ്ഞ ഹിന്ദുക്കളെല്ലാം കൂടി പോയി അവസാനം RSS BJP പോയി ചേരും. ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് ആളുകൾ ചേരാത്തത്. നിങ്ങൾ ഈ സെക്കുലർ അവസാനം മുസ്ലിംസിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് വിചാരിക്കും. മറ്റവന്മാർ പോയി വോട്ടും ചെയ്യും. അവന്മാരെ നേരെ പറ്റി ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഫർട്ടേണിറ്റിയോ അല്ലെങ്കിൽ SDPയോ ശക്തിപ്പെടും. അവസാനം അവരുണ്ടാവും, BJP ഉണ്ടാവും, നിങ്ങളുണ്ടാവില്ല. അതാണ് ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പണ്ട് കൃത്യമായി നമ്മളെ തിരുത്താനും നേർവഴിക്ക് നയിക്കാനും പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ല, അവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇപ്പം വിലയില്ല. പുതിയ പിള്ളേരുടെ അടുത്ത് അവർക്കൊന്നും വിലയില്ല. ഇവര് പലരും കള്ള നാണയങ്ങളാണ് അവരുടെ ജീവിതം കൊണ്ട് നാട്ടുകാർ ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആരും ബഹുമാനിക്കുന്നില്ല ഇപ്പം. അങ്ങനെ ബഹുമാനിക്കുന്ന നിങ്ങൾ നോക്കിയാൽ ഈ അധികം ആളുകൾക്ക് പബ്ലിസിറ്റി മാനിയും ഇതൊക്കെ അല്ലേ. നിങ്ങൾ നോക്കിയാണെങ്കിൽ ഞാൻ അവിടെ പോയി ഇഡ്ഡലി കഴിച്ചു, അതെടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക. നമ്മൾ വലിയ വലിയ ആളെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇതിലെന്താ ഉള്ള കാര്യം? ഇഡ്ഡലി കഴിച്ച് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ആർക്കാരെയും ബഹുമാനമല്ലേ, നമ്മളൊക്കെ പോലെ തന്നെയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അൽഫ കിഡ്സ് ഒരു രക്ഷയാണോ? കാരണം അവർക്ക് ഇതൊന്നും വലിയ അവർ മണ്ടന്മാർ അല്ല. അൽഫ കിഡ് ഇനി വരാമെന്ന് പിള്ളേർ ചിലപ്പോൾ രക്ഷയാണ്. ഇപ്പോഴുള്ള ഈ ജെൻസി മണ്ടന്മാരാണ്. ജെൻസിനെ കണ്ട മറ്റേ പയ്യന്മാർ നന്നായി കഴിഞ്ഞാൽ ചിലപ്പം സമൂഹം നന്നാവും. ഇന്ന് ഞാൻ പറഞ്ഞത് ജാതി മതം വേണ്ടെന്നല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ സെൻസിബിലിറ്റിയെ ബഹുമാനിക്കാൻ പഠിക്കണം. അതാണ് എന്തിനാണ് നിങ്ങൾ ശ്രീകൃഷ്ണൻ എടുത്തിട്ട് നിങ്ങൾ വേഗം എടുത്തിട്ടാ പോലെ അക്ബറിനെ എടുത്തിട്ടൂടെ? അത് വിഷുവിൻ്റെ അന്ന്. അതുപോലെ വേഗം എടുത്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വരച്ചു. അപ്പോൾ RSSകാരൊക്കെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവിടെ പോയി കേക്ക് മുറിച്ചു. ഗുരുവായൂരപ്പനെക്കാട് രാധേനെക്കാട്ട് വലിയ രാധയായി. നിങ്ങൾ എൻ്റെ വാപ്പപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ പറയുന്ന കഥ എന്നോട് പറഞ്ഞാൽ, പണ്ടൊരു നാട്ടിൽ ഒരു കോലം ഉണ്ടായിരുന്നു. അപ്പോൾ കോലത്ത് അവിടുത്തെ ഒരു ആസുതനുണ്ട്. അപ്പോൾ ആസുതൻ ആ വൈകി പോകുമ്പോൾ തമ്പുരാൻ വിളിച്ച് ചോദിക്കും, ഇടേ കഴിച്ചിട്ട് പോകുന്ന പറയും. അപ്പോൾ ഈ ആസുതൻ പറയും, വേണ്ടപ്പോ നോക്കാൻ പോകും. ഇയാൾ മരിക്കുന്നതിന് അമ്മ മോനോട് പറഞ്ഞു, കോലത്ത് ഒരു ഊണുണ്ടാ കളയല്ലെന്ന്. അപ്പോൾ ഇയാൾ മരിച്ച് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഈ ചെറുക്കൻ പോകുമ്പോൾ തമ്പുരാൻ വിളിച്ച്, ഡേ കഴിച്ചിട്ട് പോന്നു. അതിനാളെ പോയി കഴിച്ച് പിന്നെ ഈ തമ്പുരാൻ വിളിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഈ ബോധവും വിവേകവും വേണ്ടേ? നിങ്ങൾ എന്തിന് കുഴിമന്തി ഇവിടുത്തെ ഒരു ഫുഡല്ല. ഈ രണ്ട് ശ്രീകൃഷ്ണൻ പിന്നെ ഇന്ദ്രനും ഒക്കെ ബീഫ് കഴിച്ചിരുന്നു എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ ബീഫ് കഴിച്ചിരുന്നത് എനിക്കറിയില്ല. ഇന്ദ്രൻ നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ആൾ. ബീഫ് തന്നെ ഇന്നുണ്ട്, പിന്നെ ഋഗ്വേദത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് അവൈലബിൾ ആയ ഋഗ്വേദത്തില്ല. അപ്പോൾ ആ BJPക്കാർ പറയാൻ ആ ഋഗ്വേദം എന്ന് വെച്ചാൽ സായിപ്പന്മാരുടെ താല്പര്യത്തിന് ഇത് ഉണ്ടാക്കിയാണ്, അല്ലാതെ. പക്ഷെ അതിൽ ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം. പല ഈ പറഞ്ഞ ഹൈന്ദവ ദൈവങ്ങളും നോൺ വെജ് കഴിച്ചിരുന്നു. ഇപ്പം ശിവന് കാട്ടാള രൂപത്തിൽ ശിവൻ വന്നപ്പോൾ അന്ന് ആ വേടൻ അയാൾക്കല്ല മഹാദേവന് കൊടുക്കുന്ന എന്താണ് ഓഫറിങ് വേട്ടൻ്റെ ഇറച്ചിയാണ്. അയാളുടെ കയ്യിൽ അത് ഭഗവാൻ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവും. ഇവരൊന്നും കംപ്ലീറ്റ്ലി വെജൊന്നും ആയിരുന്നു. നോൺ വെജ് എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലൊരു ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു സാധനമാണ്. അതിൽ ശ്രീകൃഷ്ണൻ നോൺ വെജ് കഴിച്ചാൽ ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. ഇന്ദ്രനൊക്കെ കഴിക്കും. ശിവൻ ഓഫറിങ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. നിങ്ങളൊന്ന് ഈ ദൈവങ്ങളെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നില്ല. ഹിന്ദു അവരുടെ ദൈവമല്ല അവർ ഉപയോഗിച്ചാൽ നിങ്ങൾക്കെന്താ? രണ്ട്, ഇത് കുഴിമന്തി എന്നുള്ളൊരു സാധനമായിട്ട് വന്നാൽ കുഴിമന്തി വേറൊരു സെൻസിബിലിറ്റിയാണ്. അത് പുറത്തുനിന്ന് വന്നൊരു ആഹാരമാണ്. അത് ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കും, ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ നേരെ മോദിയിൽ ഒരു മുസ്ലിം വിരോധം വന്ന് നടക്കുന്ന ആളുണ്ടല്ലോ, അപ്പോൾ അയാൾ ശ്രീകൃഷ്ണൻ രൂപം കെട്ടിയിട്ട് വിഷു ആശംസിച്ചില്ലേ? അതൊരു നെഗറ്റീവ് അല്ലല്ലോ. അയാളൊരു ഇപ്പം അരിശ്രീ അശോകൻ മറ്റേ സിനിമയിൽ ശ്രീകൃഷ്ണ വേഷം കെട്ടിയിട്ട് താടിയൊക്കെ വെച്ചോണ്ട് ഇത് കണി കാണിക്കുന്ന സീനുള്ള മിഷമാധവല്ലേ, അത് നമുക്ക് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇത് വേറെ ഒരു കൊണോട്ടേഷനിൽ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. അത് ഒരു സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ പയ്യൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയി ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം. ഇതൊരു സ്ഥലത്തല്ലല്ലോ. 3 വിദ്യാർത്ഥികളുടെ മരണങ്ങൾ, ജിഷ്ണു പ്രണോയ്, സിദ്ധാർത്ഥ്, ഇപ്പം ആ കുട്ടി. അതെ, നിങ്ങൾ തോന്നുന്നില്ല ഇത് വല്ലതും നടക്കും? സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ അവരെ വെറുതെ വിട്ടു. മറ്റൊരു കാര്യം നെഹ്റു കോളേജുകാർ ഇപ്പോഴും കോളേജ് നടത്തുന്നുണ്ട്. എന്ത് കേരളം ചെയ്തു? ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ ഓർഗനൈസേഷൻ വോട്ട് വേണ്ടെന്ന് പറയുന്ന ധൈര്യമില്ലല്ലോ. അതെ. അപ്പൊ ഇത്രയും കാപട്യമുള്ള അതിഭീകരമായി വർഗീയമായിട്ട് ധ്രുവീകരിക്കപ്പെട്ട ഒരു സൊസൈറ്റിയാണ് കേരളം.
ഇത് ഭ്രാന്താലയം. നിങ്ങളിപ്പോൾ ന്യൂ കേരള മോഡലിൽ ഒരു കല്യാണമൊക്കെ നടത്തിയോണ്ട് ഇത് ഭ്രാന്താലയമല്ല എന്നൊന്നും തെളിയിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ പോക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭ്രാന്താലയമാണ്. തീർച്ചയായിട്ടും തെരുവിൽ തല്ലിക്കൊല്ലുന്ന കേരളം അല്ലേ? തെരുവ് തല്ലി എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. എത്ര കാരണം ഒരു കേസുകളായി 4 ഗുണ്ടകൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്ത് നടപടിയെടുത്ത് ശിക്ഷ മേടിച്ചു കൊടുത്ത ഗുണ്ടകൾ ഒതുങ്ങും ഉറപ്പാണ്. പക്ഷെ ഇവിടെ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് മാത്രമല്ല. അതിനുശേഷം ഗുണ്ടകൾ എന്താ ചെയ്യുന്നത്? അവരിറങ്ങി വരും. കഴിഞ്ഞ ദിവസം പിന്നെ MDMA പിടിച്ചിട്ടുള്ള കെവിൻ മാത്യൂസ്, അവനെ പിന്നെ കുറച്ചു മുമ്പ് ഇതേപോലെ കേസിന് പിടിച്ചാണ്. അന്ന് ക്വാണ്ടിറ്റി കുറവാന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര ആളുകളെ ക്വാണ്ടിറ്റി ഇല്ലാതെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് വിട്ടു. ഇവനൊരു ത്രട്ട് അത് അറിഞ്ഞൂടായിട്ടാണോ? ഇതിനൊന്നും ഈ ഉദ്യോഗസ്ഥ ബന്ധത്തെ കുറ്റം വന്നതല്ല. ഇവിടെ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഒരു പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അന്നന്നപ്പോഴത്തെ താല്പര്യങ്ങളേ ഉള്ളൂ. അതിനൊരു ബലി കൊടുക്കുന്നത് ഈ സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി ഇങ്ങനെ ആക്കുന്നതിൽ പൂർവികർ വെച്ച് വലിയൊരു പങ്കുണ്ട്. ആ പങ്കിനെ തമസ്കരിച്ചുകൊണ്ട് അപ്പനെ കാര്യം നോക്കി നടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതിപ്പം ഓരോ വീട്ടുകാരാണ്. ഇപ്പം സിദ്ധാർത്ഥ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ആരും ഉണ്ടാവില്ല. 4 ദിവസം പത്രക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ സിദ്ധാർത്ഥിന്റെ അമ്മയോട് ചോദിച്ചു നോക്കും. CBI പറഞ്ഞത് അവരെ വെറുതെ വിട്ടു എന്നാണ്. ആണ് സംഭവം. അതെ, ഉരുട്ടിക്കൊല കേസ് എന്താ സംഭവിച്ചത്? ഇതിൽ പോലീസുകാരെ കുറ്റം വന്നതിന്റെ കാര്യമല്ല. പോലീസുകാർ ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ട്രാൻസ്ഫർ അടിക്കും. ഞാനതാ പറഞ്ഞത്. ഞാനെന്തോട്ട് പൊളിറ്റിക്സ് നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ ഇവരോട് അന്ന് എൻ്റെ ചോരത്തിളപ്പിനും നമ്മളത് സെക്യുലർ കണ്ടൻഷൻ വെച്ചുകൊണ്ട് ഞാൻ നോന്ന് പറഞ്ഞു. നോന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇറങ്ങി പോലെ പറഞ്ഞിട്ടില്ല. അത് എനിക്ക് മനസ്സിലായി. അതോടുകൂടി ഞാൻ ആശയം നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവസാനം എന്താവുമെന്ന് വെച്ചാൽ ഞാൻ ചാകുമ്പം ഇതൊന്ന് പ്രസംഗിക്കും. തത്വങ്ങൾ മുറുകെ പിടിച്ച് എന്നാൽ അധികാര സ്ഥാനങ്ങളൊന്നും എത്താൻ ആഗ്രഹിക്കാത്ത നിസ്വാർത്ഥനായ മനുഷ്യൻ എന്നാണ് എനിക്കെന്തായാലും. എന്തായാലും ഇത് വിഷയം വളരെ ഗൗരവമുള്ളതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്, കേരളം ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്താലയത്തിന് വളമാകുന്ന കുറേയേറെ ചിന്തകളുണ്ട്, പ്രവൃത്തികളുണ്ട്, വാക്കുകളുണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഇനി എന്ന് മാറി ചിന്തിക്കും? അവർക്ക് മാറി ചിന്തിക്കാൻ കഴിയുമോ? തെറ്റിൻ്റെ പാതയിലേക്ക് അവർ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് മടങ്ങി വരിക വലിയ ബുദ്ധിമുട്ടാണ്. പുതിയ തലമുറ ചിന്തിക്കുമെന്ന് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. വളരെയധികം നന്ദി. ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.